കുഞ്ഞിനെ തെരുവോരങ്ങളിലും കുരിശും തൊട്ടിയുടെ കീഴിലും കപ്പക്കാലായിലും പറമ്പുകളിലുമൊക്കെ ഉപേക്ഷിച്ചിട്ട് മാതൃകമയില്ലാതെ പോകുന്ന ഒരു വല്ലാത്ത കാലഘട്ടം. പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ യൗവനക്കാരായ ചെറുപ്പക്കാരെ നോക്കിക്കേ. ബാംഗ്ലൂര് നഴ്സിംഗ് പഠിക്കുവാൻ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് സംസ്ഥാനങ്ങളിലേക്ക് പറഞ്ഞയക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ എത്രയോ ഭീകരമായിരിക്കുന്ന മാഫിയ സംഘങ്ങളുടെ പിടിയിൽ അമർന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. മദ്യത്തിനും മയക്കമരുന്നിനുമൊക്കെ അടിമകളായി ജീവിതം നശിപ്പിച്ചുകൊണ്ട് നിരാശയിലൂടെ കടന്നുപോകുന്ന നമ്മുടെ യൗവനക്കാരായ കുഞ്ഞുങ്ങളെ നാം ഒന്ന് ചിന്തിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ശുഭഭാവിയിൽ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് ലോണെടുത്ത് അവർക്ക് നല്ലൊരു ഹയർ സ്റ്റഡി കൊടുക്കുവാൻ, നല്ലൊരു വിദ്യാഭ്യാസം കൊടുക്കുവാൻ, നല്ലൊരു ജോലി കൊടുക്കുവാൻ കഷ്ടപ്പെടുന്ന, വിയർപ്പടിക്കുന്ന, ധ്വാനിക്കുന്ന മാതാപിതാക്കൾ പക്ഷേ അവരെ വേദനിപ്പിക്കുന്ന വാർത്തകൾ ഇന്ന് നാം കണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതങ്ങ് ദൂരെയൊന്നുമല്ല നടക്കുന്നത്, നമ്മുടെ കൊച്ചു കേരളത്തിലാണ്. ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന, സാക്ഷരതയുടെ കാര്യത്തിൽ മുമ്പിൽ നിൽക്കുന്ന, നമുക്ക് വാനോളം പുകഴ്ത്തി പറയുവാൻ അനേക സംഭവങ്ങൾക്കുള്ള ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അനിഷ്ട സംഭവങ്ങളുടെ പരമ്പരകൾ നമ്മൾ മറന്നുപോകരുത്. ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന ഈ കേരളത്തിൽ പോലും ഇത്ര വൃത്തികെട്ട ഹീനകരമായ പാപതുല്യമായ മനുഷ്യന്റെ മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന സംഭവങ്ങളുടെ പരമ്പരകൾ നാം കണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു കാര്യം മനുഷ്യന്റെ പാപമാണ്. അത് ഭീകരമായൊരു സത്യമാണ്. അത് മനുഷ്യനെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. പാപത്തിൽ അകപ്പെട്ടുപോയ മനുഷ്യൻ അതിനകത്തുനിന്ന് കരകയറുവാൻ കഴിയാതെ, ഇതിനകത്തുനിന്ന് മോക്ഷം പ്രാപിക്കുവാൻ മോക്ഷത്തിന് വേണ്ടി പല വഴികളിലൂടെ ചുവടുകൾ വയ്ക്കുമ്പോൾ ആ വഴികളെല്ലാം നിരാശയിലേക്ക് മനുഷ്യനെ നയിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ പദയാത്രകളും നേർച്ചകളും കാഴ്ചകളും കർമ്മമാർഗങ്ങളും ഒന്നും മനുഷ്യന് ഒരു ശുഭപ്രാപ്തി കൊടുക്കുവാൻ കഴിയാതെ നിരാശയിലൂടെ മനുഷ്യൻ കടന്നുപോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നെത്തി നിൽക്കുകയാണ്. ഇവിടെയാണ് സുവിശേഷത്തിന്റെ അന്തസ്സത്തെ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പറയട്ടെ, ഞങ്ങളുടെ സുവിശേഷം എന്ന് പറയുന്നത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവാണ് ഞങ്ങളുടെ സുവിശേഷം. അതൊരു സുവാർത്തയാണ്, സദ്വർത്തമാനമാണ്, നല്ലൊരു വാർത്തയാണ്. ഇന്നിന്റെ വാർത്തകൾ, ഇന്നലെയുടെ വാർത്തകൾ നമ്മളെ വേദനിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉയർത്തിപ്പിടിക്കുവാനുള്ള നല്ല വാർത്ത എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു ഒരു നല്ല വാർത്തയാകുവാനുള്ള കാരണം എന്താണെന്നറിയാമോ? ഞങ്ങളെ കേൾക്കുന്ന സ്നേഹിതരെ, യേശുവിന്റെ പാപത്തിന് വേണ്ടി മരിച്ചു എന്നുള്ളതാണ്. ഇന്നേക്ക് 2026 വർഷങ്ങൾക്കപ്പുറത്ത് മാനവകുലത്തിന്റെ പാപത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി പാപം നിറഞ്ഞ ഭൂമിയിൽ പാപമില്ലാത്തവനായി കടന്നു വന്ന മനുഷ്യന്റെ സകല പാപവും വഹിച്ചുകൊണ്ട് പീലാത്തോസിന്റെ അരമന മുതൽ കാൽവരിയുടെ കുളത്തളം വരെ 2 കാട്ടുമരങ്ങൾ തമ്മിൽ കൂട്ടിയടിക്കപ്പെട്ട പച്ചമര കുരിശ് ചുമന്നുകൊണ്ട് മനുഷ്യന്റെ വീണ്ടെടുപ്പിന് വേണ്ടി യേശു കടന്നുപോയി. യേശു കാൽവരിയിൽ യാഗമായി 2 കള്ളന്മാരുടെ നടുവിൽ പരമയാഗമായി അവൻ മരിച്ചോ എന്ന് നോക്കാൻ അവസാനം ഒരു കുന്തമെടുത്ത പടയാളി ആഞ്ഞവന്റെ വിലാപ്പുറത്തേക്ക് കുത്തുമ്പോൾ തിരുവെടുത്ത് പറയുന്നു, അവന്റെ വിലാപ്പുറത്തു നിന്ന് രക്തവും വെള്ളവും ഒരുപോലെ വന്നു. ഇത് വിളിച്ചറിയിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ ഒരു തുള്ളി രക്തം പോലും അവന്റെ ശരീരത്തിൽ അവസാന തുള്ളി രക്തവും മനുഷ്യന്റെ വീണ്ടെടുപ്പിന് വേണ്ടി കാൽവരിയിൽ കൊടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സന്ദേശം ഞങ്ങൾ പറയുന്നത്, യേശു ക്രിസ്തു സകല മാനവർക്കും വേണ്ടി ഈ ഭൂമിയിൽ വന്നതിന്റെ അവസാനത്തുള്ള രക്തവും അത് കൊടുത്തെന്നേക്കും ഒരു വീണ്ടെടുപ്പ് സ്ഥാപിച്ചു എന്നുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് ഒരു മതപ്രഭാഷണമല്ല, മറിച്ച് മാനവകുലത്തിന്റെ വീണ്ടെടുപ്പുകാരനായി യേശു ക്രിസ്തുവിന്റെ വീണ്ടെടുപ്പിനെ കുറിച്ചുള്ള ഒരു സത്വർത്തമാനമാണ് ഞങ്ങളിവിടെ നിങ്ങളോട് വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ കേൾക്കുന്നവരെ, ഇത് ക്രിസ്ത്യാനിയുടെ ഒരു ക്രിസ്തുവിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്, യേശു ക്രിസ്തു എന്ന ലോകരക്ഷിതാവിനെ കുറിച്ചാണ് പറയുന്നത്. സഹോദര, നിനക്ക് വേണ്ടി മരിച്ചവൻ, നിന്റെ പാപത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി എന്നേക്കും കാൽവരി ക്രൂശിൽ യാഗമായ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിളിച്ചു പറയട്ടെ, യേശു ക്രിസ്തു ഒരു ക്രിസ്ത്യാനിയുടെ ദൈവമല്ല. വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നുണ്ട്, അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. പണ്ഡിതനെന്നോ പാമരനെന്നോ കുചേലനെന്നോ കുബേരനെന്നോ കറുത്തവനെന്നോ വെളുത്തവനെന്നോ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസം കൂടാതെ യേശുവിനെ ഹൃദയത്തിന്റെ അകത്ത് സ്വീകരിക്കുന്ന ആരാണോ അവനൊരു ദൈവജനായി തീരുവാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് ഈ സന്ദേശം ഞങ്ങളിവിടെ വിളിച്ചു പറയുന്നത്. ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും നിരാശയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ, കടഭാരത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ, ഒരുപക്ഷെ മദ്യപാനിയായ ഭർത്താവിനെ കുറിച്ചോർത്ത് ഭാരപ്പെടുന്ന ഒരു ഭാര്യയാണ് നിങ്ങളെങ്കിൽ, ഭാര്യയുടെ വഴിപിഴച്ച ജീവിതത്തെ കുറിച്ചോർത്ത് ഭാരപ്പെടുന്ന ഒരു ഭർത്താവാണ് നിങ്ങളെങ്കിൽ, കുഞ്ഞുങ്ങളുടെ തകർന്ന ജീവിതത്തിന്റെ അനുഭവത്തെ കുറിച്ചോർത്ത് പശ്ചാത്തപിക്കുന്ന ഒരു മാതാവോ പിതാവോ ആണ് താങ്കളെങ്കിൽ, ഈ സന്ദേശം ഞങ്ങൾ കൈമാറി
മാറുമ്പോൾ ഞങ്ങൾ വിളിച്ചു പറയട്ടെ, സമാധാനം തരുവാൻ, സന്തോഷം തരുവാൻ, മനുഷ്യന്റെ നിരാശ അകറ്റുവാൻ കഴിവുള്ള ഒരുവനെ ഉലകത്തിനുള്ളൂ. അത് മറ്റാരുമല്ല, കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് യേശു ക്രിസ്തു വിശ്വസിക്കുക.